ഒമാനിൽ കനത്ത മഴ തുടരുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ഇനിയും തുടരുമെന്ന്. മുസണ്ടലത്തിലെ ജബൽ ഹരിമിലാണ് സീസണിലെ റെക്കോർഡ് മഴ ലഭിച്ചത്. അതേസമയം തന്നെ വെള്ളപ്പൊക്ക സമയത്തിൽ വാദിയിലൂടെ വാഹനം ഓടിക്കാൻ ശ്രമിച്ച അപകടത്തിലായ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയ ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒമാനിലെ വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുസണ്ടം, അൽ ബുറൈമി, വടക്കൻ ബാത്തിന, അൽ ദാഹിറ ഗവർണറേറ്റുകളിൽ ഇടിമിന്നലിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് മിക്കയിടങ്ങളിലും മഴക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും തീരപ്രദേശങ്ങളിൽ തിരമാല ഉയരാനും സാധ്യതയുണ്ട്. ഇടിമിന്നലിന്റെ അകമ്പടിയോടെയാകും മിക്കയിടങ്ങളിലും മഴ പെയ്യുകയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മുസണ്ടമിലെ ജബൽ ഹാരിമിലാണ് സമീപകാലത്തെ റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ 150 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത്. മുസണ്ടം ഗവർണറേറ്റിലെ ബക്കയിൽ 68.6 മില്ലിമീറ്ററും ദിബ്ബയിൽ 61.2 മില്ലിമീറ്ററും മഴ ലഭിച്ചു. കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞ വാദിയിൽ വാഹനം ഇറക്കിയ ഡ്രൈവറെയാണ് അപകടത്തിൽ നിന്നും രക്ഷിച്ച ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വെള്ളപ്പൊക്ക സമയത്ത് വാതി മുറിച്ചു കടക്കാൻ ശ്രമിച്ചതിലൂടെ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കിയെന്നാണ് കേസ്. മഴക്കാലത്ത് വാതികൾ മുറിച്ചു കടക്കരുതെന്ന് നേരത്തെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കനത്ത മഴയെ തുടർന്ന് മുസണ്ടം ഗവർണറേറ്റിൽ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി നാമ വൈദ്യുതി വിതരണ കമ്പനി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.